ഈ ചൂടത്ത് നമുക്ക് പത്തനംതിട്ടയിലെ ചില കാഴ്ചകളിലേക്ക് കൂടി പോകാം. ഈ റോഡരികിലെ ചെരുപ്പൊക്കെ തുന്നുന്ന തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ അല്ലെ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, ഈ പുറത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും വലിയ പ്രതിസന്ധിയാണ്. റോഡരികിലിരുന്നാണ് ഈ ചെരുപ്പ് തുന്നുന്നവരൊക്കെ അവരുടെ ജോലി പൂർത്തീകരിക്കുന്നത്. എന്താണ് അവസ്ഥ? ഒരു തണലെങ്കിലും ഉണ്ടോ അത്തരം ആളുകൾക്കൊക്കെ? റോഷ്നി, ഈ കൊടും ചൂടിൽ ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യുന്നത് ആ വരുമാനം ഓർത്തുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുൻവശത്തുള്ള ഒരു നടപ്പാതയിലാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ചെരുപ്പ് തയ്ക്കുന്ന ധാരാളം തൊഴിലാളികളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ചൂട് എന്നുള്ളത് അസഹനീയമാണ്. ഇവിടെ ആകെ ഒരു ആശ്വാസമുള്ളത് ഈ കാണുന്ന ഒരു വലിയ തണൽമരമാണ്. ഈ തണൽമരം അവർക്ക് ആശ്വാസമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കനത്ത ചൂടിൽ തണൽമരം പോലും അവർക്ക് സഹായകരമാകുന്നില്ല എന്ന് അവർ പറയുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം രാജമ്മയുണ്ട്. ആ അമ്മ 37 വർഷമായി ഈ പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള ഈ നടപ്പാതയിൽ ഇവിടെ ചെരുപ്പ് തുന്നുകയാണ്. 37 വർഷത്തിനിടെ ഇത്രയും ചൂട് അനുഭവിച്ചിട്ടുണ്ടോ? ഇത്രയും ചൂട് വന്നിട്ടില്ല. 37 വർഷത്തിനിടയ്ക്ക് ചൂടേ ഇല്ലായിരുന്നു. ഇത്രയും ഇടയ്ക്കിടയ്ക്ക് ചൂടുണ്ടല്ലോ, അത്രയില്ല. ഇന്നത്തെ ഒരു ദിവസത്തെ ചൂട് ഭയങ്കരമായിരുന്നു. 5 കുപ്പി വെള്ളം വീണു ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് കുടിക്കാൻ. എത്ര സമയം ജോലി എടുക്കും ഇപ്പോൾ ഈ ചൂടത്ത്? ഞാനിപ്പോൾ അങ്ങ് പോകാൻ തുടങ്ങുമായിരുന്നു. അന്നേരം നിങ്ങൾ വന്നത്. എൻ്റെ രാവിലെ എത്ര മണിയാകുമ്പോൾ വരും? രാവിലെ ഞാനൊരു 10-10:30 ആകുമ്പോൾ. ഇവിടെ ഈ ഷീറ്റാണല്ലോ മുകളിൽ വിരിച്ചിരിക്കുന്നത്, അതും ഒരു പ്രശ്നമാണല്ലേ? ചൂടല്ലയോ, അല്ലാതെ നമുക്കൊന്നും പിരിക്കാനൊക്കത്തില്ലല്ലോ ഇവിടെ. ഈ ചൂടായതുകൊണ്ട് ഇവിടെ ചെരുപ്പ് തയ്ക്കാനും ബാഗ് തയ്ക്കാനൊക്കെ വരുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? ആള് കുറവാണ്, പണിക്കാരൊക്കെ കുറവാണ്. ചൂടത്തെ ആളിറങ്ങുന്നില്ലല്ലോ. ചൂടത്തെ ആളില്ലാത്തത് കൊണ്ട് പണിയൊക്കെ കുറവാണ്. മരം ഒരു സഹായമാണോ? മരം ഒരു സഹായമാ, കാറ്റൊക്കെ അടിച്ചാൽ പണിയുവാ. ഉഷ്ണക്കാറ്റാണ്, ചൂട് കാറ്റാണ്. ഇപ്പൊ ചൂട് കാറ്റല്ല, മഴയത്ത് നമുക്ക് കാറ്റൊക്കെ അടിച്ചാൽ ഇത് ഒടിയുമൊക്കെ ചെയ്യും. പടപടാന്ന് ഒടിയുന്ന മരവാ. അതാണ് റോഷ്നി, ഇവരുടെയൊക്കെ ഒരു പ്രശ്നം അതാണ്. വലിയ ചൂട് തന്നെയാണ്. അതാ കണ്ടില്ല, ഇവർ തണലിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഷീറ്റൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. അത് പ്ലാസ്റ്റിക് ഷീറ്റാണ്. ആ ഷീറ്റും വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഈ ചൂടത്ത് എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടാ, നല്ല ചൂട്. പുറത്തിറങ്ങാൻ പറ്റാത്തൊരു, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. ഒരു അമ്മ കൂടി ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് അമ്മേ? ചൂട് ഭയങ്കരമല്ലേ, എന്താ ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂടല്ലേ. അടിയിൽ എങ്ങനെ ഇരിക്കുന്നു ഈ ഷീറ്റിനടിയിൽ? ഷീറ്റിനടി എങ്ങനെയാലും ജീവിച്ചു പോരല്ലേ പറ്റൂ. ചൂട് നോക്കിയിട്ട് കാര്യമുണ്ടോ? വരുമാനത്തിൽ കുറവുണ്ടോ ഈ ചൂട് കാരണം? ഒരുപാടുണ്ട്, ഒരുപാട് വരുമാനത്തിൽ കുറവുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നപ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടുമായിരുന്നു ഒരു ദിവസം? ചെലവിന് കഴിഞ്ഞുകൂടെ അങ്ങനെ കൃത്യമായിട്ടുള്ള പൈസ കണക്കൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് കുറവാണ്. അങ്ങനെയും ഇങ്ങനെ തട്ടിമുട്ടയൊക്കെ കഴിഞ്ഞു കൂടുന്നു. വെള്ളമൊക്കെ കരുതുന്നുണ്ടോ? വെള്ളം കുടിക്കാൻ വെള്ളം വാങ്ങിക്കും, കുടിക്കാൻ. വൈകിട്ട് എത്ര മണിയാകുമ്പോൾ പോകും? വൈകിട്ട് ഞാൻ 5 മണിയാകുമ്പോൾ. ഉച്ച കഴിയുമ്പോൾ കുറച്ച് ചൂട് കുറവുണ്ട്. ഉച്ച കഴിയുമ്പോൾ നല്ല ചൂടാണ്. രാവിലെ പറയാൻ പറ്റത്തില്ല ചൂടിന്റെ വ്യാപ്തി എത്രയാണെന്നുള്ളത്. ഭയങ്കര ചൂടാണ്. അതാണ് റോഷ്നി, ഇവരുടെയൊക്കെ നിത്യത്തൊഴിലിന്റെ ഭാഗമായി ഈ ചൂട് വലിയ പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ ആ ചൂട് സഹിച്ചും ഈ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നത് അവരവരുടെ ഒരു ദിവസത്തെ വരുമാനം ഓർത്തുകൊണ്ടാണ്. ഒരു ദിവസം ഇവർ ഇവിടെ ജോലിക്ക് വന്നില്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അത് പ്രശ്നമാകും. അതാണ് പ്രവീൺ, ഉള്ള പണിയെടുക്കണമെങ്കിൽ ഈ കനത്ത ചൂട് സഹിച്ച് ഇങ്ങനെ തെരുവിലിരിക്കണം. ഇനി ഈ ചൂട് കാരണം ആളുകളൊന്നും അധികം പുറത്തിറങ്ങാത്തത് കാരണം പണി കുറവാണെന്നും അവർ പറയുന്നു. പലതരം പ്രതിസന്ധികളെയാണ് ആ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്നത്.